ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രൂഷ്യ കൊണ്ടൊരു മിനി ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ യാണാണ്, 100% കോട്ടൺ യാണാണ്. അതേപോലെ എടുത്തിരിക്കുന്ന ഹുക്ക് എന്ന് പറയുന്നത് 3.5 mm ഹുക്കാണ്. അപ്പോൾ നമ്മുടെ മിനി ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യണം. സോ മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ക്രോസ് ചെയ്ത് പിടിച്ച് ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 6 ചെയിൻ ഇടാം. 1 2 3 4 5 6 6 ചെയിൻ ഇട്ടില്ലേ. ഇനി നമുക്ക് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നില്ലെങ്കിൽ ഹാഫ് ഡി സി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്യുന്നതിനെയാണ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് ഈ യാണിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 ലൂപ്പില്ലേ, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. പിന്നെയും 4 ലൂപ്പ് ഉണ്ടാവും. ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്തിട്ട് പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. പിന്നെ അവിടെ 3 ലൂപ്പ് ഉണ്ടാകും. പിന്നെയും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും നമുക്ക് 2 ലൂപ്പ് ഉണ്ടാകും. അങ്ങനെ ഒരു ലൂപ്പ് ആവണ വരെ ഇതേപോലെ 2 ലൂപ്പ് എന്ന രീതിയിൽ വലിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വട്ടം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ലൂപ്പ് ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. പിന്നെയും നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. അപ്പം നമുക്ക് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്തു. ഇനി ഒരെണ്ണം കൂടിയും ചെയ്യണം നമുക്ക്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ 2 ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തില്ലേ. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് 2 ചെയിൻ ഇടാം. 1 2. ഇനി നമുക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ആദ്യത്തെ വിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 2 ചെയിൻ ഇടാം. 1 2. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ടൊരു 3 ചെയിൻ ഇടാം. 1 2 3. 3 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ വിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വിങ് ചെയ്യാനായിട്ട് പിന്നെയും 3 ചെയിൻ ഇടാം. 1 2 3. 3 ചെയിൻ ഇട്ടില്ലേ.
3 ചെയിൻ ഇട്ടതിന് ശേഷം ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ നമ്മൾ റിവേഴ്സ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്ക് 2 ചെയിൻ ഇടാം. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ റിവേഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി ഇതിൻ്റെ റിവേഴ്സാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്, 4ാമത്തെ വിങ്ങായിട്ട് ചെയ്യാൻ പോണത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 ചെയിൻ ഇടാം. 1 2. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്ക് 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 1 ഇപ്പോൾ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ടാവും, റിവേഴ്സാണ് നമ്മൾ ഫസ്റ്റത്തെ 2 വിങ്സിൻ്റെ റിവേഴ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ 4 വട്ടം 4 ലൂപ്പ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് 6 ചെയിൻ ഇടാം. 1 2 3 4 5 6. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കുറച്ച് നീട്ടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് പിടിച്ചിട്ട് ഇതിനെ ഉള്ളിലൂടെ എടുത്തിട്ട് വലിക്കാം. ഇതിവിടെ ടൈറ്റ്. ഇനി നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഫസ്റ്റത്തെ ആ ഒരറ്റല്ലേ, ഈ ഒരറ്റം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ടൈറ്റാക്കാം. നന്നായിട്ട് ടൈറ്റാക്കാം. എന്നിട്ട് ഈ 2 വെള്ളിയില്ലേ, ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തില്ലേ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ബട്ടർഫ്ലൈയുടെ 2 കൊമ്പാണ്. ഇപ്പം ബട്ടർഫ്ലൈയുടെ ഇതിഷ്ടമായോ? വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു സ്റ്റിച്ചസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു മിനി ബട്ടർഫ്ലൈ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിനും പാറ്റേൺസിനായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ പാറ്റേൺസ് ആയിട്ട് കാണാം.